വിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പലരും ചോദിക്കുന്നു, ഉസ്താദേ ബലിപെരുന്നാൾ, ഈ വർഷത്തെ ബലിപെരുന്നാൾ എന്നാണ്? ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ദുൽഹിജ്ജ മാസം 1 എന്നാണ്. ചിലർ ചോദിക്കുന്നു ബലിപെരുന്നാൾ എന്നാണ്. എല്ലാത്തിനുള്ള കൃത്യമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വിശുദ്ധമായ ഖുർആനിലെ 2 ചെറിയ സൂറത്തുകൾ, ആ ചെറിയ സൂറത്തുകൾ ഓതി നമ്മുടെ കൈകളിലേക്ക് ഊതിയിട്ട് ശരീരത്ത് തടവിയാൽ ഏത് കണ്ണേറിനെയും സിഹ്റിനെയും ഏത് ബുദ്ധിമുട്ടിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ജുമാ നമസ്കാരം, ഇന്നത്തെ ജുമാ നിസ്കാരം, ആ ജുമാ നിസ്കാരത്തിന് ശേഷം ഉമ്മമാർ അവരുടെ വീടുകളിൽ ളുഹർ നിസ്കരിക്കുമല്ലോ, ആ ളുഹർ നമസ്കാരത്തിന് ശേഷം 4 സൂറത്തുകൾ 3 പ്രാവശ്യം വീതം ഓതി നിങ്ങൾ ദുആ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു തരത്തിലുള്ള ആപത്തും മുസീബത്തും നമ്മളെ പിടികൂടുകയില്ല. ഇത് മഹാനായ അലിയാർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അവസാനം വരെ കേൾക്കാൻ മറന്നു പോവരുതേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരും കേൾക്കട്ടെ, അവരും പഠിക്കട്ടെ, നമുക്ക് അത് ഗുണമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചറബ്ബ് നമ്മുടെ എല്ലാം അമലുകൾ, നമ്മുടെ നിസ്കാരം, നോമ്പ്, നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ, മഗ്രിബിന് ശേഷം നമ്മൾ പങ്കെടുക്കുന്ന ദിക്റിൻ്റെ മജ്ലിസ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും എല്ലാത്തിനും അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകുകയും അവസാനം മരിക്കുന്ന സമയത്ത് ആഖിബത്ത്, അവസാനം നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് വിശുദ്ധമായ പവിത്രമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ വെള്ളിയാഴ്ച ദിനത്തിലാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ദുൽഖഅദ മാസം, പവിത്രതകളേറെ നിറഞ്ഞ ദുൽഖഅദ, ആ ദുൽഖഅദ മാസത്തിൻ്റെ 4ാമത്തെ, അതായത് അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ദുൽഹിജ്ജ മാസത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. പലരും ചോദിക്കുന്നു, ഉസ്താദേ എന്നാണ് ദുൽഹിജ്ജ 1, അതായത് ബലിപെരുന്നാൾ എന്നാണെന്ന് പലരും ചോദിച്ചു. ബലിപെരുന്നാൾ എന്നാണ്? അത് ദുൽഹിജ്ജ 10ൻ്റെ അന്നാണ്. ദുൽഹിജ്ജ 10ൻ്റെ അന്നാണ് ബലിപെരുന്നാൾ ഉള്ളത്. പലർക്കും അറിയില്ല. ദുൽഹിജ്ജ പിറ കണ്ടാൽ പിറ്റേ ദിവസം ബലിപെരുന്നാളല്ല, അത് ശവ്വാൽ മാസത്തിലാണ്. ശവ്വാൽ 1ൻ്റെ പിറ എന്നാണോ നമ്മൾ കാണുന്നത്, ശവ്വാൽ 1-നാണ് ചെറിയ പെരുന്നാളുള്ളത്. ആ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ശവ്വാൽ 1-നാണ് ചെറിയ പെരുന്നാൾ. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ ഉള്ളത് ഏത് ദിവസമാണ്? ദുൽഹിജ്ജ 10ാമത്തെ ദിവസമാണ്. ദുൽഹിജ്ജ 9 അറഫ, ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിവസമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബലിപെരുന്നാൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്നാണ് ദുൽഹിജ്ജ മാസം 1 എന്നാണ്. ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധമായ ദുൽഖഅദ മാസം 29 അന്ന് ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം 1ാമത്തെ പകലായിരിക്കും. അതായത് ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 18-ാം തീയതി തിങ്കളാഴ്ച എന്തായിരിക്കും? ദുൽഹിജ്ജ മാസം 1 ഇനി 17-ാം തീയതി ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടില്ല, പിറ കണ്ടില്ല എങ്കിൽ 18-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ വിശുദ്ധമായ ദുൽഖഅദ മാസം 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച 19-ാം തീയതി ആയിരിക്കും ദുൽഹിജ്ജ മാസം 1 തുടങ്ങുക. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച മഗ്രിബോട് കൂടി നമുക്കറിയാൻ പറ്റും 18-ാം തീയതി തിങ്കളാഴ്ചയാണോ അതോ 19-ാം തീയതി ചൊവ്വാഴ്ചയാണോ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം തുടങ്ങുന്നത്. അപ്പോ അതനുസരിച്ച് ദുൽഹിജ്ജ മാസം 1 എന്നാണോ അത് നമ്മൾ മനസ്സിലാക്കി, അത് കണക്കാക്കി ദുൽഹിജ്ജ 10-നാണ് എന്ത് വരിക? ബലിപെരുന്നാൾ വരുക. അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച എന്തായാലും നമ്മളെല്ലാവരും വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലായിരിക്കും ഉണ്ടാവുക. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹാജിമാർ അവരൊക്കെ എല്ലാവരും പരിശുദ്ധമായ ഹറമിൽ ഒഴുകിക്കൂടുന്ന, തടിച്ചുകൂടുന്ന, എല്ലാവരും മക്ക കേന്ദ്രമാക്കി മക്കയിലേക്ക് വരുന്ന, മദീനയിൽ സിയാറത്ത് ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാവരും മക്കയിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ്, ഒരു ദിനങ്ങളാണ് നമ്മളിലേക്ക് ഇനി വരാനിരിക്കുന്നത്. അല്ലാഹു തആല ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ, എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കും ആ പുണ്യകർമ്മം ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ബലിപെരുന്നാൾ എന്നാണ് എന്ന് ചോദിച്ചതിനുള്ള മറുപടി, ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധമായ ദുൽഖഅദ മാസം 29 അന്ന് ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം 1-ാമത്തെ പകലായിരിക്കും. അതായത് ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 18-ാം തീയതി തിങ്കളാഴ്ച എന്തായിരിക്കും? ദുൽഹിജ്ജ മാസം 1 ഇനി 17-ാം തീയതി ഞായറാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടില്ല, പിറ കണ്ടില്ല എങ്കിൽ 18-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ വിശുദ്ധമായ ദുൽഖഅദ മാസം 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച 19-ാം തീയതി ആയിരിക്കും ദുൽഹിജ്ജ മാസം 1 തുടങ്ങുക. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച മഗ്രിബോട് കൂടി നമുക്കറിയാൻ പറ്റും 18-ാം തീയതി തിങ്കളാഴ്ചയാണോ അതോ 19-ാം തീയതി ചൊവ്വാഴ്ചയാണോ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം തുടങ്ങുന്നത്. അപ്പോ അതനുസരിച്ച് ദുൽഹിജ്ജ മാസം 1 എന്നാണോ അത് നമ്മൾ മനസ്സിലാക്കി, അത് കണക്കാക്കി ദുൽഹിജ്ജ 10-നാണ് എന്തു വരിക? ബലിപെരുന്നാൾ വരിക. അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പുണ്യമായ ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച ദിനമാണ്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. ഇതൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത എത്ര തന്നെ അറിഞ്ഞാലും നമ്മളിൽ പലരും അതൊക്കെ മൈൻഡ് പോലും ചെയ്യാത്തൊരവസ്ഥയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. കാരണം വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വമുണ്ടെന്ന് നമുക്കറിയാം. ഇത് ദുൽഖഅദ മാസമാണ്, അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ്. അപ്പോൾ അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാകുന്ന ദുൽഖഅദ മാസത്തിൻ്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച ദിനം, ഈ വെള്ളിയാഴ്ച ദിനത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇതിൽ ഒരുപാട് നന്മകൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരാണ്? കുറ്റക്കാരാണ്. അതുകൊണ്ട് കുറ്റക്കാരായി നമ്മൾ മാറരുത്. അതിനാൽ ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതാത്തവരുണ്ടെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഓതാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നഖം ഒക്കെ വെട്ടാനുള്ളവർക്ക് അതിന് വലിയ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമാണ്. പിന്നെയോ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ പറയുക, ദുആകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ പറയുക, സ്വതക്കകൾ കൊടുക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർ പള്ളിയിൽ ചെന്നാൽ ഖത്തീബിൻ്റെ ഖുതുബ അത് ശ്രദ്ധയോടെ കേൾക്കുക. സിയാറത്ത് മറന്നു പോകരുതേ. സിയാറത്ത് പുരുഷന്മാർ വാപ്പ ഉമ്മ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും, അവരെ സിയാറത്ത് ചെയ്യുക. ഉമ്മമാർ വീട്ടിൽ തന്നെ ആണ് നിസ്കരിക്കേണ്ടത്, അവർക്ക് ളുഹർ നിസ്കരിച്ചാൽ മതി. ളുഹർ നമസ്കാരം അത് കൃത്യമായി ആ ഒരു ജുമയുടെ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക? ളുഹർ നമസ്കാരം അങ്ങോട്ട് നിർവഹിക്കുക. പിന്നെയോ നിങ്ങൾ മരണപ്പെട്ട ഉമ്മാക്ക് വാപ്പാക്കൊക്കെ വേണ്ടി, ഭർത്താക്കന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു യാസീനൊക്കെ ഓതി ദ്വാരക്കുക. പിന്നെയോ ഈ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായ മറ്റൊരു സുന്നത്താണ് രോഗസന്ദർശനം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്നിട്ട് രോഗസന്ദർശനം നടത്തുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു പനിയാവട്ടെ, ഒരു തലവേദനയാവട്ടെ, ഒരു എത്രത്തോളം ഉലമാക്കൽ പറയുന്നുണ്ട്, ഒരാൾ നഖം വെട്ടിയത് കയറിപ്പോയി, അപ്പോൾ നല്ല വേദന, അയാളാരാ? രോഗിയാണ്. അയാൾ ഒരു കണക്കിൽ നോക്കിയാൽ രോഗിയാണ്, വേദനയുള്ള ആളാണല്ലോ. അപ്പോൾ അയാളുടെ അടുക്കൽ പോയോ ഇങ്ങനെ ഉണ്ടല്ലേ, അത് മാർക്കോളൂടെ പെട്ടെന്ന് 2 ദിവസം ഉണ്ടാവുള്ളൂ വേദന എന്ന് ആശ്വസിപ്പിക്കലും വലിയ ഗുണമുള്ള കാര്യമാണ്. ചെറിയ അസുഖമാണോ അല്ലെങ്കിൽ വലിയ അസുഖമാണോ, ഏത് രോഗിയാണോ അയാളുടെ അടുക്കൽ പോയി ഒരു ആശ്വാസവാക്ക് പറയൽ പ്രത്യേകം നല്ലതാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനം ഇൻഷാ അല്ലാഹ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നവരാണ്. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒരു വലിയ പ്രതിഫലം സിഹിറിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല, കണ്ണേറിൻ്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സിഹിർ ഏറ്റിരുന്നു എന്നാണ്. നബിതങ്ങൾക്ക് പോലും സിഹിർ ഏറ്റിരുന്നു.
പലരും നബിതങ്ങളെ അപായപ്പെടുത്താൻ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വലിയ കുഴികൾ കുഴിച്ച് കുപ്പിച്ചില്ലുകൾ താഴെ വെച്ച് പുറമേ നമ്മൾ ഈ പണ്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈ വഴിയിലൊക്കെ വലിയ കുഴി കുഴിക്കും, എന്നിട്ട് അതിൽ കുറേ കല്ലും മുള്ളും ഒക്കെ വെച്ചിട്ട് പുറമേ ഒരു വടിയും അതുപോലെ തന്നെ ചില ഇലകളൊക്കെ വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് അതിലൂടെ ആരെങ്കിലും നടന്നു പോയാൽ ആ കുഴിയിലേക്ക് വീഴുന്നത് കണ്ടിട്ട് ചിരിക്കുന്ന ചില സ്വഭാവമുള്ള കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഇന്നൊന്നും അത് നമുക്കിത് കാണാൻ പോലും പറ്റൂല. അപ്പം അങ്ങനെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നടന്നു പോകുന്ന വഴിയിൽ കുപ്പിച്ചില്ലുകളും അതുപോലെ ചവറുകളൊക്കെ ഇട്ടിട്ട് നബിതങ്ങളുടെ ശരീരത്തിലേക്ക് ചവറുകളിടുമായിരുന്നു. അതുപോലെ തന്നെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിക്ക് വലിയ കുന്തം കൊണ്ട് നബി അപായപ്പെടുത്താൻ, നബിയുടെ തലയിലേക്ക് കല്ലിടാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ നബിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇതൊന്നും പറ്റാതിരുന്നപ്പോൾ നബിതങ്ങൾക്ക് സിഹർ പോലും ചെയ്ത ആളുകളുണ്ട്. ആ സിഹർ നബിതങ്ങൾക്ക് ഏറ്റിട്ട് 6 മാസത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായ ശാരീരിക അസ്വസ്ഥതയും അതുപോലെ തന്നെ ക്ഷീണവുമൊക്കെ ഉണ്ടായി. നബിതങ്ങൾ പലപ്പോഴും വലിയ ക്ഷീണത്തിലിരിക്കുന്നത് സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നബിതങ്ങൾ ഒരു 6 മാസം വലിയ ക്ഷീണത്തിലും പ്രയാസത്തിലുമായ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്നത്. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 2 സൂറത്തുകൾക്ക് പറയുന്ന പേര് മുഅവ്വിദത്തൈനി എന്നാണ്. അപ്പോൾ ഈ 2 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് നബിതങ്ങളെ ഈ 2 സൂറത്തുകൾ ഓതി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിക്കുകയും ആ സിഹറിൻ്റെ ബാധ, ആ സിഹറിൻ്റെ ഒരു പ്രയാസം നബിതങ്ങൾക്ക് മാറുകയും ചെയ്തു എന്ന് നമുക്ക് കിതാബുകളിൽ ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത് രണ്ടും നമുക്കറിയാവുന്ന സൂറത്താണ്, നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്താണ് അല്ലേ? എല്ലാ ദിവസവും നമ്മൾ മഗ്‌രിബിന് ശേഷം നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ ഈ സൂറത്തുൽ ഫലഖും നാസും ഒക്കെ ഓതിയിട്ടാണ് നമ്മൾ ദുആയിലേക്ക് കടക്കാറുള്ളത്. അപ്പോൾ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് അത് വലിയ പ്രത്യേകതയുള്ള സൂറത്താണ്. ഒരു മനുഷ്യൻ നല്ല മനസ്സോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഈ 3 സൂറത്തുകളും ഓതിയാൽ കഫത്താ, അവനിക്ക് അത് മതി എന്നാണ്. അവനിക്കത് മതി, അവനിക്ക് എല്ലാവിധത്തിലുള്ള കാവലും കിട്ടാൻ ഈ സൂറത്തുകൾ മാത്രം മതി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പനിയോ അതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നബി തങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും 7 വട്ടം ഓതും. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും 7 വട്ടം ഓതി നബി തങ്ങളുടെ കൈകളിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നബി തങ്ങൾ തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തടവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് മുഅവ്വിദത്തൈനി എന്നാണ് ഈ സൂറത്തുകൾ രണ്ടും അറിയപ്പെടുന്നത്. അതായത് മുഅവ്വിദത്തൈനി, അതായത് മതിയാകുന്നതാണ്. ഈ 2 സൂറത്തും മതി, കാവൽ കിട്ടുന്ന സൂറത്തെന്നാണ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം തന്നെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു പ്രയാസം വന്നപ്പോൾ, സിഹറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിന് മന്ത്രിക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ എന്ന മലക്ക് ഈ സൂറത്തുമായി വന്നതെന്നാണ്. അപ്പോൾ കാവലിൻ്റെ സൂറത്തുകളാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഈ 4 സൂറത്തും ഓതി നബിയെ മന്ത്രിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഈ 2 സൂറത്ത് ഓതുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. സൂറത്ത് ഫലഖും നാസും ഈ 2 സൂറത്തും ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നാണ്. ആ മലക്ക് ഇത് ഓതുന്ന മനുഷ്യനെ കാവൽ നിൽക്കുമെന്നാണ്. മാത്രമല്ല ഈ സൂറത്ത് 50 വട്ടം, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും 50 പ്രാവശ്യം 41 ദിവസം ഓതിക്കഴിഞ്ഞാൽ ഏത് സിഹറും ഏത് കണ്ണേറിൽ നിന്നുള്ള കാവലും, അതായത് ഏത് സിഹറിൻ്റെ ഏത് കുരുക്കിൽ നിന്നും നമുക്ക് ഊരിപ്പോരാൻ, അതായത് ഏത് പ്രയാസത്തിൽ നിന്നും മാറാൻ നമുക്ക് പറ്റുമെന്ന് കിതാബുകളിൽ കാണാം. 50 പ്രാവശ്യം വീതം സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഈ 2 സൂറത്തും 50 പ്രാവശ്യം വീതം 41 ദിവസം ഓതി നമ്മൾ മന്ത്രിക്കുക, സ്വന്തമായി മന്ത്രിച്ചാൽ മതി. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ 41 ദിവസമൊന്നും തുടർച്ചയായിട്ട് ഓതാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം നമുക്ക് നിസ്കാരം പോകുന്ന സമയമുണ്ടാകും. കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾ ഓതി ഒരു 20ാമത്തെ ദിവസം 20 ദിവസം വരെ ഓതി 21ാമത്തെ ദിവസം നിസ്കാരം പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ആ നിസ്കാരം പോയി നിങ്ങൾ എന്നാണോ കുളിച്ച് ശുദ്ധിയാകുന്നത് അത് കഴിഞ്ഞ് ബാക്കി ഓതിയാൽ മതി. ബാക്കിയുള്ള ദിവസം 20 ദിവസം കഴിഞ്ഞല്ലോ, ബാക്കിയുള്ള ദിവസം പിന്നെ 21, 22 തൊട്ട് അങ്ങോട്ട് എണ്ണി നമുക്ക് ആ ദിവസം പൂർത്തിയാക്കിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് അത് വലിയ കാവൽ കിട്ടുന്ന സൂറത്തുകളാണ്. മാത്രമല്ല
ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഓതേണ്ട രൂപത്തിൽ ഓതണം. പലർക്കും ഈ സൂറത്ത് ഓതുമ്പോൾ ഒരുപാട് തെറ്റ് സംഭവിക്കാറുണ്ട് അല്ലേ? നമുക്കൊന്ന് ഓതിയാലോ? ഒന്ന് ഓതിക്കേ. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഈ സൂറത്ത് ഓതുമ്പോഴേ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് സൂറത്ത്, കുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തും ഓതുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തെറ്റുണ്ട്. കുൽ ഹുവല്ലാഹു അഹദ് എന്നാൻ, കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് എന്നാൻ, കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നാൻ. പലരും ഓതുന്നത് എങ്ങനെയാ? കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. കുല്ല എന്നാണ് ഓതുക. കുൽ അഊദു എന്നാണ്. ആദ്യം ഖാഫ്, അത് കഴിഞ്ഞ് ലാം, കുൽ, അത് കഴിഞ്ഞ് അലിഫാൻ, കുൽ അഊദു, കുൽ അഊദു എന്നാണ്. പലരും അത് കൂട്ടി കുല്ലഊദു എന്നാണ്. കുല്ലഊദു എന്നല്ല, കുൽ അഊദു എന്നാണ്. അത് കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി ഓതണം. പിന്നെയോ കുൽ അഊസു എന്ന് ഓതുന്നവരുണ്ട്. കുൽ അഊസു ബിറബ്ബിൽ ഫലഖ്, സു അല്ല, കുൽ അഊദു, ദാലാണ് അവിടെ. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്, അങ്ങനെയാണ് ഓതേണ്ടത് കേട്ടോ. പിന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ ഓതിയാൽ കഫത, ആ സൂറത്ത് രണ്ടും മതി എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഒരാൾ ജുമുഅ നമസ്കാരത്തിന് ശേഷം, സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരിമാർ, അവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ വെള്ളിയാഴ്ച ളുഹർ നമസ്കാരം, വെള്ളിയാഴ്ച നിങ്ങളുടെ ളുഹർ നമസ്കാരത്തിന് ശേഷം ഒരാൾ 3 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്, 3 വട്ടം സൂറത്തുൽ ഫലക്ക്, 3 വട്ടം സൂറത്തുൻ നാസ്, ഈ 4 സൂറത്തുകളും 3 പ്രാവശ്യം വീതം ഓതിയിട്ട് അള്ളാഹുലേക്ക് അവൻ ദുആ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു ആപത്തോ മുസീബത്തോ അവനെ ബാധിക്കുകയില്ല എന്നുപോലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ ഗുണങ്ങളാണ് ഈ സൂറത്തുകൾക്കുള്ളത്. വളരെ ചെറിയ സൂറത്തുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുകളുടെ നേട്ടം നമ്മൾ പറഞ്ഞു, ഇതൊന്നും മറന്നു പോവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സൂറത്തുകളൊക്കെ നിത്യമായി പാരായണം ചെയ്യാൻ, എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേറുകളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ സാധേ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ രക്കണേ എന്ന് പറഞ്ഞവരാണ്. അല്ലാഹു തആല പഠിച്ചവൻ ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞു, അല്ലാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.